എല്ലാവർക്കും ഇരിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സകല നന്മകളുടെയും ഉടമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ ദൈവമേ, മനോഹരമായ വിശുദ്ധ വെള്ളിയാഴ്ചയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങളെ ദൈവമേ തിരുവാലയത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്ന കൃപകൾക്കായി കൂടാനുകൂടി നന്ദി കരട്ടുന്ന യേശുപ്പ. ക്രിസ്തുയേശുവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ എപ്പോഴും അങ്ങേക്ക് ഹിതകരമായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രയാസങ്ങളോടെ കടന്നു വന്നിട്ടുള്ളവരുണ്ട് ദൈവമേ. ശാരീരിക രോഗത്തിൻ്റെ പ്രയാസത്താൽ, മാനസിക പ്രയാസങ്ങളാൽ, സാമ്പത്തിക ക്ലേശങ്ങളാൽ, മറ്റും സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ കടന്നു വന്നിട്ടുള്ളവരെ ദൈവമേ സന്തോഷത്തോടുകൂടെ സൗഖ്യത്തോടുകൂടെ മടക്കിയേക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ വന്നതുകൊണ്ട് പ്രയോജനമുള്ളതാക്കി തീർക്കണം. പൂർണ്ണമായി ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു, കാത്തുകൊള്ളണം. സകലതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. സ്നേഹവും ബഹുമാനവുമുള്ള സഭാ ശുശ്രൂഷകൻ റവറൻഡ് ജോൺ വില്യം അച്ഛൻ, റവറൻഡ് ഡേവിസ് ഹെർബർട്ട് അച്ഛൻ, അടുത്ത മൊഴി സംസാരിക്കുവാനായി കടന്നു വന്നിരിക്കുന്ന റവറൻഡ് സതീഷ് അച്ഛൻ, സഭാ കമ്മിറ്റി അംഗങ്ങളെ, സംഘടനാ കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ സഭാ വിശ്വാസികളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളട്ടെ. വളരെയധികം സന്തോഷമുണ്ട് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ക്രൂശിലെ മൊഴിയുമായി നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ലഭിച്ചിരിക്കുന്ന അവസരത്തിൻ്റെ ഓർത്ത് നന്ദി കരയറ്റുകയാണ്. കർത്താവിൻ്റെ സാക്ഷിയായി കടന്നു പോകുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കാറില്ല. രാവിലെയും CSI പാരുവിള സഭയിലേക്ക് കടന്നുപോയി, അതിനുശേഷം ഇവിടെ അവസരം ലഭിച്ചു, ഇവിടെ ആയിരിക്കുന്നു. സമയം 2:15. സാധാരണ അരമണിക്കൂർ പ്രസംഗത്തിൽ തന്നെ പലരും ഉറങ്ങുന്നവരാണ്. ഇവിടെ 4 പ്രസംഗങ്ങൾ കഴിഞ്ഞു. എനിക്കറിയാം, നേരത്തെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ഒത്തിരി പേര് നന്നായിട്ട് കണ്ണക്കയഞ്ഞ് ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ഉറക്കത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഉറങ്ങുക. കപ്പലിൻ്റെ അടിത്തട്ടിൽ വളരെ മനോഹരമായിട്ട് നല്ല സുഖമായിട്ട് ഒരു വ്യക്തി ഉറങ്ങുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം യോന. എന്ത് സംഭവിച്ചു എന്നറിയാം. കപ്പൽ കൊടുങ്കാറ്റുണ്ടായി ആടി ഉലഞ്ഞ് അവസാനം യോനയെ തൂക്കി കടലിലേക്ക് എറിഞ്ഞു. പൗലോസിന്റെ പ്രസംഗം കേട്ട് ഒരു മനുഷ്യൻ 3-ാമത്തെ നിലയിലിരുന്ന് നന്നായിട്ട് ഉറങ്ങി. യുത്തിക്കോസ് അവിടെ നിന്ന് താഴേക്ക് വീണു. നിങ്ങൾ വീഴുമെന്നല്ല പറയുന്നത്. ഇനി ദലീലയുടെ മടിയിൽ സുഖമായി കിടന്നുറങ്ങിയ ഒരു വ്യക്തിയുണ്ട്, ഷിംഷോൻ. അവൻ്റെ കണ്ണുകളൊക്കെ ചൂഴ്ന്നെടുക്കപ്പെട്ടു, അവനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. ഇനി യേശുവും ശിഷ്യന്മാരും ഒരു പടകിൽ ഇങ്ങനെ പോവുകയായിരുന്നു. യേശു അമരത്ത്, അതായത് പടകിൻ്റെ ഏറ്റവും പുറകുവശത്ത് നല്ല സുഖമായി ഉറങ്ങുകയായിരുന്നു എന്നാണ്. അവിടെ എന്ത് സംഭവിച്ചു? കാറ്റും കോളുമുണ്ടായി പടക് മറിയുമെന്നുള്ള നിലയിലെത്തി. ശിഷ്യന്മാർ നിലവിളിച്ചത് കൊണ്ട് യേശു എണീറ്റു, അവിടെ ശാന്തമായി. നിങ്ങൾ ഈ പറഞ്ഞത് കേട്ട് ഉറങ്ങാതിരിക്കേണ്ട. ഉറക്കം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങുക. കാരണം പലർക്കും വീടുകളിൽ ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളൊരു ഭയങ്കര പരാതിയുണ്ട്. പക്ഷെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇത് ഒരു അനുഗ്രഹമാണ്. സഭ എന്ന് പറയുന്നത് നമുക്ക് വളരുവാൻ ഒത്തിരി അവസരം ലഭിക്കുന്നുണ്ട്, ആത്മീയമായിട്ടുള്ള ഒത്തിരി വളർച്ച നൽകുന്നുണ്ട്. അതുപോലെ നല്ല ഉറക്കം സഭയിൽ വന്ന് കിട്ടുന്നത് കേൾക്കുമ്പോഴത്തേക്കും വലിയ സന്തോഷമുണ്ട്. ഉറങ്ങുന്നവർ ഉറങ്ങുക, ഞെട്ടി ഉണരരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ 4 മൊഴികൾ ചിന്തിച്ചു. ഇന്ന് 5-ാമത്തെ മൊഴിയിലേക്ക്, എനിക്ക് ദാഹിക്കുന്നു എന്നൊരു മൊഴിയിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പേ ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തികൾ, ക്രൂശീകരണം, പുനരുത്ഥാനം ഒക്കെ ലോക ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവയാണ്. ഒത്തിരി വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളവയാണ് ഈ ലോക ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന്. ഇന്നത്തെ ദിവസത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ, നല്ല ദിനം, നല്ല വെള്ളിയാഴ്ച, തമിഴിൽ പുനിത വെള്ളി, വിശുദ്ധ വെള്ളി എന്ന് പറയുന്നുണ്ട്, വലിയ വെള്ളി,
മലയാളത്തിൽ ദുഃഖവെള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. വളരെയധികം പ്രാധാന്യമുണ്ട്. ചരിത്രത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനം തന്നെ വളരെ പ്രാധാന്യമുണ്ട്. ലോക ചരിത്രത്തിൽ 2 കാലഘട്ടങ്ങളായി തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെയാണ്. ബിഫോർ ക്രൈസ്റ്റ് BC എന്നും ആഫ്റ്റർ ക്രൈസ്റ്റ് AD അന്നോ ഡോമിനി എന്നും 2 ലോക ചരിത്ര കാലഘട്ടങ്ങളായി തിരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെയാണ്. വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതിൽ തെറ്റില്ല. അതുപോലെ തന്നെ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, അനേക അത്ഭുത പ്രവൃത്തികൾ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ കാഴ്ചവെച്ചു. കാനായിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് മുതൽ 38 സംവത്സരം ബെഥസ്ത കുളക്കരയിൽ കിടന്ന വ്യക്തിയോട് കിടക്കയെടുത്ത് നടക്കുവാൻ പറഞ്ഞു. 18 സംവത്സരം കൂനിയായിരുന്ന സ്ത്രീയെ നിവർന്നു നിൽക്കുമാറാക്കി. ശാസ്ത്രിമാരും പുരോഹിതന്മാരും മൂപ്പന്മാരും ഒക്കെ യേശുവിൽ കണ്ട ഒരു കുറ്റം അതുകൂടിയാണ്. ശബത്ത് നാളിൽ കൂനിയായ സ്ത്രീയെ നിവർന്നു നിൽക്കുമാറാക്കി. അതൊരു വലിയ കുറ്റമായിരുന്നു. 12 സംവത്സരം രക്തസ്രാവം ബാധിച്ച സ്ത്രീക്ക് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടപ്പോൾ പൂർണ്ണ സൗഖ്യമുണ്ടായി. എത്രയെത്ര അത്ഭുതങ്ങൾ! ലാസറിനെ ഉയർപ്പിച്ചു, ബാലികയെ ഉയർപ്പിച്ചു. അനേക അത്ഭുതങ്ങൾ. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം പേരെ പോഷിപ്പിച്ചു. ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ കണ്ടുവെങ്കിലും പലപ്പോഴും നമ്മുടെ മനസ്സുകൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കർത്താവ് ക്രൂശിലായിരുന്നു കൊണ്ട് പറയണം, നമുക്ക് രൂപാന്തരം ആവശ്യമാണ്, ഒരു മാറ്റം ആവശ്യമാണെന്ന് നമ്മളോട് പറയുകയാണ്. ഇവിടെ നമ്മൾ ഒന്നാമതായി ചിന്തിച്ചതായിട്ടുള്ള കാര്യം ക്ഷമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ഒരു വലിയൊരു പാഠം നമ്മളെ പഠിപ്പിച്ചു. രണ്ടാമതായി യേശുവിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ പറുദീസയുടെ അനുഭവമുണ്ട്. യേശുവിനെ നെഞ്ചോട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ പറുദീസയുടെ അനുഭവം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. മൂന്നാമതായിട്ട് ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. മകനെ, ഇതാ നിന്റെ അമ്മ. ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് ഏൽപ്പിക്കുന്നത്. നമുക്ക് അമ്മയപ്പന്മാരോട് ചെയ്യേണ്ട വലിയൊരു കടമ, ഉത്തരവാദിത്വത്തെ യേശു ഇവിടെ ഏൽപ്പിക്കുകയാണ്. നാലാമതായിട്ട് യേശു അനുഭവിച്ച വേദന, അത് കഠിനമായിരുന്നു. യേശു അനുഭവിച്ച വേദന അത് വളരെ കഠിനമായിരുന്നു എന്നുള്ള വ്യക്തമാക്കുന്ന വചനങ്ങളാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്. ഇവിടെ അഞ്ചാമതായിട്ട് മനുഷ്യനായിരുന്നു യേശു, തികച്ചും മനുഷ്യനായിരുന്നു തെളിയിക്കുന്ന ഒരു വാക്യമാണ്, എനിക്ക് ദാഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ 45 ദിനങ്ങളായിട്ട് നോമ്പ് ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. 45 ദിനങ്ങളിലും ഇവിടെ സഭയിൽ ആരാധനയുണ്ടായിരുന്നു. നമ്മളെ തന്നെ പുതുക്കുവാൻ, പുതുക്കം പ്രാപിക്കുവാൻ നമുക്ക് അവസരമുണ്ടായിരുന്നു ഒത്തിരി. ഇസ്രായേൽ ജനതയെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ 5 ദിവസത്തിന് മുമ്പേ യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് ഇങ്ങനെ വരികയാണ്, യെരുശലേമിലേക്ക് വരികയാണ്. ജനങ്ങളെല്ലാം ആർത്ത് വിളിച്ചത് നമുക്കറിയാം, ദാവീദ് പുത്രന് ഹോശാന, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദാവീദിന് പുത്രൻ ഹോശാന, ഹോശാന, ഹോശാന എന്ന് ആർത്ത് വിളിച്ച ആ ജനം തന്നെ 4 ദിവസം കഴിഞ്ഞപ്പോൾ മനസ്സ് മാറി. അവരെല്ലാം ഇപ്പോൾ ക്രൂശിക്കുക എന്ന് വിളിച്ച് യേശുവിനെ ക്രൂശിലേക്ക് മാറ്റി. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം ഇതാണ്. പള്ളിക്കകത്തായിരിക്കുമ്പോൾ നമ്മളെല്ലാവരും എന്തൊരു വിശുദ്ധി, വെരി ഗുഡ്, പെർഫെക്റ്റ്. പക്ഷെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം, ഒത്തിരി വ്യത്യാസമുണ്ട്. അത് ഞാനടക്കം ഒത്തിരി വ്യത്യാസം ഉണ്ടാകുന്നു. മാനുഷികമായിട്ടുള്ള ബലഹീനതയാണ്, ഞാനത് കുറ്റം പറയുന്നതല്ല. മാനുഷികമായിട്ടുള്ള ബലഹീനതകൾ നമുക്കുണ്ടാകാറുണ്ട്. ഇവിടെ ഹോശന്ന, ഹോശന്ന എന്ന് ആർത്ത് വിളിച്ച് ജനം തങ്ങളുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു കൊടുത്തു, നല്ല പൂക്കൾ വിതറി, നല്ല പച്ചപ്പാർന്ന മരച്ചില്ലകൾ വെട്ടിയിട്ട് യേശുവിനെ സ്വീകരിച്ച ജനം യേശുവിനെ ക്രൂശിക്കുക എന്നാർത്ത് വിളിക്കുകയാണ്. ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും സഭയിലെ മൂപ്പന്മാർക്കും എല്ലാം അസൂയയായിരുന്നു. അസൂയ കൊണ്ടാണ് അവർ ചെയ്തത്. യേശുവിൽ കുറ്റമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റവും ഇല്ല, ഒരു കുറ്റമില്ല. കുറ്റമില്ലാത്ത രക്തത്തിനെ അസൂയ കൊണ്ട് അവരുടെ മേൽ അധികാരം ചെലുത്തുന്നുവോ എന്നുള്ള ചിന്ത കൊണ്ടാണ് യേശുവിനെ കുറ്റക്കാരനായി ക്രൂശിക്കുവാനായി കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. യേശു അനുഭവിച്ച വേദനകൾ നമ്മളുടെ മനസ്സിലുണ്ടാകണം. പെസഹ കഴിഞ്ഞ് ഗത്ശമനെ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്ന യേശുവിനെ യൂദ കാണിച്ചു കൊടുക്കുകയാണ്. 30 വെള്ളിക്കാശിന് യൂദ ഒറ്റിക്കൊടുക്കുന്നു. അവസാനം യൂദയുടെ ഗതി എന്തായി? തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുകയാണ് പുരോഹിതന്മാരുടെ ഇടയിൽ. ഈ 30 വെള്ളിക്കാശ് എനിക്ക് വേണ്ട, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു തന്നു. മഹാപുരോഹിതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് രക്തത്തിന്റെ വില, ഇത് നമുക്ക് വേണ്ട, ഭണ്ഡാരത്തിൽ ഇടുവാൻ പോലും ഈ വില ഇതിന് യോഗ്യതയില്ലെന്നാണ്.
എൻ്റെ അർത്ഥം കാണിക്കയായിട്ട് പോലും ആ 30 വെള്ളിക്കാശ് ഉപയോഗിക്കുവാൻ പാടില്ല. അതുകൊണ്ട് അവർ കുശവൻ്റെ നിലം വാങ്ങി, ഒരു ശ്മശാന ഭൂമി വാങ്ങുവാനായിട്ട്. ഇന്നും ആ നിലത്തിന് ബ്ലഡ് ലാൻഡ്, രക്തനിലം എന്നാണ് അതിൻ്റെ പേര്. നോക്കണേ, യൂദ നേരെ പോയി കെട്ടിത്തൂങ്ങി മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിനെ രാത്രി മുഴുവൻ വിചാരണയ്ക്കായി മാറി മാറി കൊണ്ടുപോവുകയാണ്. ഹന്നാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നു. ഹന്നാവിന്റെ അടുക്കൽ നിന്ന് പുരോഹിതനായ കയ്യഫാവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. കയ്യഫാവ് വീണ്ടും പീലാത്തോസിന്റെ അടുക്കലേക്ക്, നാടുവാഴിയായ പീലാത്തോസിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. നാടുവാഴിയായ പീലാത്തോസിന് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇത് അസൂയ കൊണ്ടാണ്, യേശു കുറ്റക്കാരനല്ല. അതുകൊണ്ട് എങ്ങനെ ഒഴിവാക്കി വിടാമെന്ന് പീലാത്തോസ് നോക്കിയാണ്. പീലാത്തോസ് ഇവൻ ഗലീലക്കാരനല്ലയോ എന്ന് പറഞ്ഞിട്ട് നേരെ ഹെരോദാവിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നത് അറിയാം. അവിടെ നിന്ന് വീണ്ടും ഹെരോദാവ് തിരിച്ച് പീലാത്തോസിന്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. ന്യായാസനത്തിലായിരിക്കുമ്പോൾ പീലാത്തോസിന്റെ ഭാര്യ ഒരു കത്ത് കൊടുത്ത് വിടുകയാണ്. ഈ നീതിമാനായ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത്, ഈ മനുഷ്യൻ നീതിമാനായ മനുഷ്യനാണ്, ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്നൊരു കത്ത് കൊടുത്ത് വിടുകയാണ്. പക്ഷേ ഇവിടെ പീലാത്തോസ് രക്ഷിക്കുവാനായി നന്നായിട്ട് നോക്കുകയാണ്. യേശുവിനെ നിങ്ങൾക്ക് വിട്ടുതരട്ടെ, യേശുവിനെ നിങ്ങൾക്ക് വിട്ടുതരട്ടെ. ഉത്സവ സമയത്ത് ഒരു കുറ്റവാളിയെ വിടുന്ന ഒരു ശീലമുണ്ട്. എനിക്ക് യേശുവിനെ വിട്ടുതരാൻ പറ്റും. ചോദിക്കുകയാണ്, യേശുവിനെയാണോ വേണ്ടത്, ബറബ്ബാസിനെയാണോ? കൊടും കുറ്റവാളിയായ, തടവുകാരനായ, കൊലപാതകിയായ ബറബ്ബാസിനെ നമുക്ക് മതി, യേശുവിനെ വേണ്ട. നോക്കണേ, മനുഷ്യന്റെ മനംമാറ്റം, പെട്ടെന്ന് മാറുന്ന മനസ്സ്. ഇവിടെ യേശുവിനെ അവസാനം പീലാത്തോസ് കൈ കഴുകി ഏൽപ്പിക്കുകയാണ്. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് ചമ്മട്ടി കൊണ്ട് അടിച്ച് ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നു. ഈ രക്തത്തിന്റെ വില അത് നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ഇസ്രായേൽ ജനം ആർത്ത് വിളിക്കുകയാണ്. അവസാനം എന്തുണ്ടായി? ഇസ്രായേൽ ജനം ലോകത്തിന്റെ പല ഭാഗത്തിലേക്ക് ചിതറിപ്പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിന്റെ പല ഭാഗത്ത് ജർമ്മൻ ഏകാധിപതിയായ ക്രൂരനായ ഹിറ്റ്ലർ 6 ലക്ഷത്തോളം യഹൂദന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അടച്ച് വ്യത്യസ്തമായ രീതിയിൽ കൊന്നുകളഞ്ഞെന്നാണ്. ഐസ് പാളികൾക്കിടയിൽ ഇങ്ങനെ കയറ്റി കൊല്ലും. ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് അദ്ദേഹം കൊന്നു രസിച്ചെന്നാണ്. ഒരു ദിവസം ഗില്ലറ്റിന്റെ കഴുത്തറുത്ത് കൊന്നുകളയും, മറ്റൊരു ദിവസം വെടിവെച്ച് കൊല്ലും. ഒന്ന് ആർത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, ഈ രക്തത്തിന്റെ വില നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് അങ്ങ് വിളിച്ചു. എന്ത് സംഭവിച്ചു? ചിതറിപ്പാർക്കേണ്ട അവസ്ഥ. ഇന്നും ഇസ്രായേലിലെ പ്രശ്നം തീർന്നിട്ടില്ല. നോക്കണേ, യേശുക്രിസ്തുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടം വയ്ക്കുകയാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരുടെ കണ്ടുപിടുത്തം. അവർ യേശുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട രേഖകളിൽ അവർ പറയുന്നത് എങ്ങനെയാണ്? യേശുവിന്റെ തലയിൽ, ശിരസിൽ വച്ച മുൾക്കിരീടത്തിൽ 17 മുള്ളുകൾ ഉണ്ടായിരുന്നതാണ്. 17 മുള്ളുകൾ. ഈ മുൾക്കിരീടം യേശുവിന്റെ തലയിൽ വച്ചതിന് ശേഷം അവര് ശക്തിയോടുകൂടെ കോലുകൊണ്ട് അടിച്ചമർത്തിയതാണ്. അടിച്ചമർത്തിയപ്പോൾ മുള്ള് ആഴ്ന്നിറങ്ങി രക്തം കണ്ണുകളിലൂടെ, തലയിലൂടെ ഒലിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ നമ്മുടെ വേദന. ഒരു ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾ സൂചി കാണുന്നതിന് മുമ്പ് തന്നെ കരഞ്ഞു തുടങ്ങും. ഇവിടെ 17 മുള്ളുകൾ തലയിൽ ആഴ്ന്നിറങ്ങുകയാണ്, രക്തം വാർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ്. നോക്കണേ, ചമ്മട്ടി എന്ന് പറഞ്ഞാൽ സാധാരണ അടിയല്ല. ഈ കയറിന്റെ അഗ്രത്തിൽ ചൂണ്ട പോലെ കൊളുത്തുകൾ ഉണ്ടാവും, മീൻ പിടിക്കുന്ന ചൂണ്ട പോലെ കൊളുത്തുകൾ ഉണ്ടാവും. ഇത് അടിച്ചിട്ട് വലിച്ചെടുക്കുമ്പോൾ മാംസം പറഞ്ഞു വരും, രക്തം ചിന്തും. അനേക മുറിവുകൾ യേശുവിന്റെ ശരീരത്തിലുണ്ടായി. 150ഓളം ആഴത്തിലുള്ള മുറിവുകൾ യേശുവിന്റെ ശരീരത്തിലുണ്ടായെന്നാണ് പറയുന്നത്. രക്തം, ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് വാർന്നൊഴുകിപ്പോയെന്നാണ്. നോക്കണേ, അവനെ വീണ്ടും വിടുന്നില്ല. കുരിശുമായി 150 കിലോ ഭാരമുള്ള മരക്കുരിശിനെ യേശുവിനെ ചുമക്കുവാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ഏകദേശം 15 അടിയോളം നീളം, 8 അടിയോളം വീതിയുള്ള 150 കിലോ ഭാരമുള്ള മരക്കുരിശുമായി ഇതാ ഗൊൽഗോഥയിലേക്ക് യേശു ക്രിസ്തു നടന്നു നീങ്ങുകയാണ്. 3 പ്രാവശ്യം അവൻ കുരിശുമായി വീണു. അവന് ചുമക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതിനുശേഷമാണ് ശിമയോൻ എന്ന ഒരു വ്യക്തിയെ കുരിശ് ചുമക്കുവാനായിട്ട് ഏൽപ്പിക്കുന്നത്. നോക്കണം, യേശുക്രിസ്തുവിന്റെ അപ്പാട് ഇപ്പോൾ 3 ആണികളിൽ, കാരിരുമ്പ് ആണികളിൽ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി നിൽക്കുകയാണ്, തൂങ്ങി നിൽക്കുകയാണ്. നമ്മൾ നോക്കണം, ഈ കുരിശു മരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഹീനമായ ഒരു മരണം എന്നാണ് പറയുന്നത്. കാരണം രക്തം പൂർണ്ണമായും വാർന്നൊഴുകി മാറിയേ
മരിക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി മരിക്കുന്ന ഒരവസ്ഥ. വേദന പൂർണ്ണമായി സഹിക്കുന്ന ആർക്കു വേണ്ടി? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി മാറിയത്. നമ്മൾ ഓർക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ദിവസത്തിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്? എത്ര തന്നെ വചനം കേട്ടാലും നമ്മളിൽ മാറ്റമുണ്ടോ? ഇന്ന് ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഓരോ വെള്ളിയാഴ്ച, ദുഃഖ വെള്ളിയാഴ്ചകളിലും നമ്മൾ പുതുക്കം പ്രാപിക്കാറുണ്ട്. പക്ഷേ വീണ്ടും മാറിപ്പോകൊണ്ട് അതായിട്ടല്ല. നമ്മൾ രൂപാന്തരം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം. യേശു ഇവിടെ നമ്മെ നോക്കി പറയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ശാരീരികമായ ദാഹവും ആത്മീയമായ ദാഹവും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വായിച്ചു കേട്ട യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യം വായിക്കുമ്പോൾ, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു ആ വാക്യം പറയുവാൻ കാരണം? ആൾറെഡി നേരത്തെ തന്നെ ഈ വചനം നേരത്തെ കൊണ്ട് പഴയ നിയമത്തിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനത്തിന്റെ പുസ്തകം 69-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവർ എൻ്റെ ദാഹത്തിന് എനിക്ക് ചൊറുക്ക അല്ലെങ്കിൽ കാടി കുടിപ്പാൻ തന്നു. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവർ എൻ്റെ ദാഹത്തിന് എനിക്ക് കാടി കുടിപ്പാൻ തന്നു എന്ന് സങ്കീർത്തനത്തിൽ 69-ന്റെ 21-ൽ പറയുന്നുണ്ട്. ഇവിടെ ഒന്നാമതായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന, യേശുവിൻ്റെ ദാഹം യാഥാർത്ഥ്യമായിരുന്നു. ശാരീരികമായ ദാഹം ദൈവപുത്രനുണ്ടായിരുന്നു. കുഞ്ഞുമക്കൾക്കൊക്കെ ഒരു സംശയം തോന്നാം, ദൈവത്തിന് ദാഹിക്കുമോ എന്ന്. ദൈവത്തിന് ദാഹിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകാം. എന്നാൽ ഈ ലോകത്തിൽ യേശുക്രിസ്തു വന്നത് തികച്ചും മനുഷ്യനായാണ്. തികച്ചും മനുഷ്യനായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ദാഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാഹമുണ്ട്. ഇവിടെ നമുക്കറിയാം 17 മണിക്കൂറോളം യേശുക്രിസ്തുവിന് ഒരു പച്ചവെള്ളം കിട്ടിയിട്ടില്ല. 17 മണിക്കൂറോളം പച്ചവെള്ളം, അതായത് ഒരു തുള്ളി വെള്ളം പോലും യേശുവിന് ലഭിച്ചിട്ടില്ല. അപ്പോൾ ദാഹം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ദാഹമുണ്ടായിരുന്നു. നോക്കണേ, ചമ്മട്ടി കൊണ്ടുള്ള അടി, തുപ്പ്, പരിഹാസം, കന്നത്തടി, മുൾക്കിരീടത്തിന്റെ വേദന, കുരിശുമായിട്ടുള്ള നടത്തം, ഇതെല്ലാം കൊണ്ട് വളരെയധികം യേശു ക്ഷീണിച്ചു, അവന് ദാഹിച്ചു എന്ന് പറയാണ്. യേശുക്രിസ്തു തികച്ചും മനുഷ്യനായി ജീവിച്ചു എന്നത് നമുക്ക് ഇസ്രായേലിൽ പോയാൽ കാണാൻ സാധിക്കും. അവൻ ജനിച്ച സ്ഥലം, അവൻ വളർന്ന സ്ഥലം, അത്ഭുത പ്രവൃത്തികൾ നടത്തിയ സ്ഥലം, യേശുവിൻ്റെ തുറക്കപ്പെട്ട കല്ലറ, ഇതെല്ലാം നമുക്ക് ഇസ്രായേലിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല അവസരങ്ങൾ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു മനുഷ്യനായിരുന്നു എന്നുള്ളതിന് തെളിവ് പറയുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും പടകിൽ പോകുമ്പോൾ കാറ്റും കോളും ഉണ്ടായി. യേശു അമരത്ത് തലവച്ച് ഉറങ്ങുകയായിരുന്നു. അവിടെ യേശു യഥാർത്ഥമായിട്ട് ഉറങ്ങുകയായിരുന്നു, ക്ഷീണം കൊണ്ട് ഉറങ്ങുകയായിരുന്നു എന്നാണ്. ശിഷ്യന്മാർ നിലവിളിച്ചപ്പോഴാണ് ഉണർന്നത്. യേശു തികച്ചും മനുഷ്യനായിരുന്നു. ഇവിടെ കുരിശിൽ തറയ്ക്കുമ്പോൾ ഏർപ്പെടുന്ന ആ വലിയ വേദന, കാഠിന്യമേറിയ അനുഭവങ്ങൾ കൊണ്ട് യേശു വിളിച്ചു പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു. ശാരീരികമായ ദാഹം യേശുവിന് ഉണ്ടായിരുന്നു. ജലം ജീവന്റെ സ്രോതസ്സാണ്. നമ്മുടെ ശരീരത്തിൽ 75% വെള്ളമാണ്. ഞാൻ രാവിലെ ഒരു 1/2 ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. കാരണം വെള്ളം അത്രയാണ്. ഇപ്പോൾ 38 ഡിഗ്രി 40 ഡിഗ്രി സെൽഷ്യസിലോട്ട് ചൂട് കടന്നിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, എപ്പോഴും അച്ഛന്മാരുടെ ടേബിളിൽ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടാവും. കാരണം വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടതാണ്. കാരണം എനർജി കിട്ടണമെങ്കിൽ വെള്ളം വേണം. നമുക്ക് ദിവസങ്ങളോളം ചിലപ്പം ആഹാരം കഴിക്കാതെ ഇരിക്കാൻ പറ്റും, പക്ഷെ ഒരു ദിവസം പോലും വെള്ളം കുടിക്കാതെ ഇരിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ജലം ജീവന്റെ സ്രോതസ്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു വലിയ ജലവളയത്തിനുള്ളിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതാണ്. ഗർഭപാത്രത്തിന് ചുറ്റും ഒരു വലിയ വെള്ളം ഉണ്ട്. ജലത്തിൽ ചുറ്റപ്പെട്ട ഒരു പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും. അത് അമ്മമാർക്കറിയാം, ഡോക്ടേഴ്സിനൊക്കെ അറിയായിരിക്കും. നോക്കണേ, ജലം ജീവന്റെ സ്രോതസ്. നിലനിൽപ്പ് വേണമെങ്കിൽ ജലം വേണമെന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് നമ്മൾ ഓരോ ദിവസവും മീഡിയാസിലൂടെ വാർത്തയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ തലസ്ഥാന നഗരമായ കേപ്പ് ടൗൺ ഇന്ന് ജലരഹിത നഗരമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ തലസ്ഥാന നഗരം കേപ്പ് ടൗൺ ജലരഹിത. കാരണം അവിടുത്തെ സർക്കാരിന് ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അടുത്തതായി പറയാൻ പോകുന്നത്
പറയപ്പെടുന്നത് നമ്മുടെ ബാംഗ്ലൂർ സിറ്റി ജലരഹിത നഗരമായി മാറുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസം കഴിയും തോറും ചൂടിൻ്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാത്ത അവസ്ഥ. നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലഘട്ടത്തൊക്കെ അവർ തോട്ടിൽ നിന്ന് കുടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് കിണറിൽ നിന്ന് കുടിച്ച കാലഘട്ടം, പൈപ്പിൽ നിന്ന് കുടിച്ച കാലഘട്ടം. ഇപ്പോൾ എന്തായിട്ട് മാറി? ഇപ്പോൾ പുറത്തൊക്കെ ക്യാൻ വെച്ചിട്ടുണ്ട്. ക്യാനുകളിലും വാട്ടർ ബോട്ടിലുകളിലുമായി. ഞാൻ ആലപ്പുഴയിലായിരിക്കുമ്പോഴത്തേക്കും അവിടെ വെള്ളം വാങ്ങണം. ഞാൻ ഇവിടെ നിന്ന് ആലപ്പുഴയിൽ പോകുമ്പോൾ ആദ്യമായിട്ട് അതിശയിച്ചു പോയി. ഇവിടെ എവിടെ നോക്കിയാലും വീട്ടിൽ വെള്ളമുണ്ട്, പൈപ്പിൽ വരും, കിണറ്റിലുണ്ട്. പക്ഷെ അവിടെ വെള്ളം നമ്മൾ ലിറ്ററിന് പൈസ കൊടുത്ത് വാങ്ങണം. എറണാകുളത്ത് പോയപ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ നമ്മുടെ ഓഫീസിൽ ഒരു കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പോലും ഇല്ല. ജലഗതാഗത വകുപ്പിൻ്റെ ഓഫീസിൽ ഒരു കുടിവെള്ളത്തിൻ്റെ പൈപ്പില്ല. വാട്ടർ ബോട്ടിൽ വാങ്ങണം 15 രൂപ 20 രൂപ കൊടുത്ത്. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു 10-15 അടി താഴ്ചയിൽ കിണർ കുഴിച്ചാൽ വെള്ളം ഉണ്ടാകും. പിന്നീട് അത് 30 അടിയാളി, ഇപ്പോൾ 60 അടി താഴ്ത്തിയാലും വെള്ളമില്ലാത്ത അവസ്ഥ. മൊത്തം വെള്ളത്തിൻ്റെ 2.7% മാത്രമേ കുടിക്കുവാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. 2.7% വെള്ളം മാത്രമേ നമുക്ക് കുടിക്കുവാനായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. നോക്കണേ, ജലം ജീവന്റെ നിലനിൽപ്പ്. ശാരീരികമായ ദാഹം യേശുവിനുണ്ടായിരുന്നു. രണ്ടാമതായി ആത്മീയമായ ദാഹം. എന്താണ് ആത്മീയമായ ദാഹം? തെറ്റിക്കൊണ്ടിരിക്കുന്ന ജനതയെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദാഹം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് നമുക്ക് കനാൻ ദേശത്തിലേക്ക് പോകുന്നത് അറിയാം. വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് അവർ പോയത്, അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച സന്തോഷത്തിൽ. പക്ഷേ കുറച്ച് ദൂരം പോയപ്പോൾ പിറുപിറുക്കാൻ തുടങ്ങി. കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് മാറി. നമ്മളിലും കഷ്ടങ്ങൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ചഞ്ചലപ്പെട്ടു പോകാറുണ്ട്. മാറിപ്പോകരുത്. ഇവിടെ യേശുവിന് ആത്മീയമായ ദാഹമുണ്ടായിരുന്നു. രക്ഷ പ്രാപിക്കുക എന്നുള്ള ആത്മീയത. നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ പറയുന്നത്. യേശു ക്രിസ്തു കുരിശിലായിരുന്നു കൊണ്ട് തൻ്റെ ആടുകളെ വിളിക്കുകയാണ്. തൻ്റെ ആടുകളെ തന്നോട് ചേർക്കുവാനായിട്ട് വിളിക്കുകയാണ്. എനിക്ക് ദാഹിക്കുന്നു, നിങ്ങളിൽ മാറ്റമുണ്ടാകണം. നമുക്കറിയാം, പഴയ നിയമം നോക്കുമ്പോഴത്തേക്കും ഓരോ കാലഘട്ടത്തിലും ആത്മീയമായ ദാഹം തീർക്കുവാനായിട്ട് ദൈവം പലരെയും അയച്ചിട്ടുണ്ട്. നോഹയുടെ കാലഘട്ടം, മോശയുടെ കാലഘട്ടം, യോശുവയുടെ കാലഘട്ടം. അവസാനം തൻ്റെ മാറുന്നില്ല എന്ന് പറയുമ്പോൾ സ്വന്തം പുത്രനെ തന്നെ ഇവിടെ ഏൽപ്പിക്കുകയാണ്. കാൽവരി കുരിശിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ടും മനുഷ്യൻ മാറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമില്ല. അതുകൊണ്ടാണ് വീണ്ടും ശിഷ്യന്മാരിലൂടെ, പൗലോസിലൂടെ, മിഷണറിമാരിലൂടെ ഇന്ന് ഈ വലിയ ദൗത്യം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ആ വലിയ ദൗത്യം നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആത്മീയമായ ദാഹം തീർക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമാണ്. യേശുവിന് ആത്മീയമായ ദാഹമുണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം, സമയം കടന്നുപോയി. ഇന്നത്തെ സമൂഹത്തിൻ്റെ സന്തോഷിക്കുവാനുള്ള ദാഹം, അത് പറയാതെ എനിക്ക് പോകാൻ സാധിക്കത്തില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ പുതിയ തലമുറയുടെ സന്തോഷിക്കുവാനുള്ള ദാഹം, പണത്തിനോടുള്ള ദാഹം, വസ്തുവകകളോടുള്ള ദാഹം, ലഹരി വസ്തുക്കളോടുള്ള ദാഹം. ഇന്ന് ഒത്തിരി യുവാക്കൾ, യുവതികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലഹരി വസ്തുക്കളോടുള്ള ദാഹം, മൊബൈൽ ഫോണിനോടുള്ള ദാഹം. കൊച്ചുമക്കൾക്ക് ഒത്തിരി പേരിപ്പോൾ മൊബൈൽ ഫോണിന് അടിമകളാണ്. ഞാൻ ലോ കോളേജിലായിരിക്കുമ്പോൾ രാവിലെ 10 മണിക്ക് വന്നിരുന്ന് ഉറങ്ങുന്ന കുട്ടികളുണ്ട്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഈ രാവിലെ ഉറക്കം വരുന്നത്? അത് രാത്രി 2 മണി 3 മണി വരെ മൊബൈൽ ഫോണിലായിരുന്നു. നോക്കണേ, പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ വളരെയധികം അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകം, മൊബൈൽ ഫോണിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകം. ഈ ലോകപരമായ കാര്യങ്ങളിൽ നമ്മൾ അടിമപ്പെടരുത്. റസ്സൽ എന്ന തത്വചിന്തകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രാചീന മനുഷ്യൻ ശക്തിയാർജിക്കുവാനായി ചെകുത്താനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആധുനിക മനുഷ്യൻ ശാസ്ത്രത്തിൽ നിന്ന് ശക്തിയാർജിച്ചുകൊണ്ട് സ്വയം ചെകുത്താനായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിൽ ആരും ചെകുത്താന്മാരില്ല. ഇവിടെ AMC പാറശാലയിൽ ചെകുത്താന്മാരുണ്ടാകരുത്. നമ്മളിൽ മാറ്റം ഉണ്ടാകണം. കർത്താവ് നമ്മളോട് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരിക, രക്ഷ പ്രാപിക്കുക. ഒരു വലിയൊരു ദൗത്യം ഇവിടെ കർത്താവ് നിറവേറ്റുകയാണ്. ആത്മീയമായ ദാഹം. ഈ ലോകത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പരീക്ഷകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷകളുണ്ട്. അതിനെയൊക്കെ ഓവർകം ചെയ്യണം. പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് നൽകുന്ന ജീവകിരീടം പ്രാപിക്കും. ഈ ലോകത്തിൽ പരീക്ഷകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ദാരിദ്ര്യമുണ്ടോ? ഉണ്ട്. രോഗമുണ്ടോ? ഉണ്ട്. കഷ്ടങ്ങൾ, പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഓവർകം ചെയ്ത് കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ മാത്രമേ ജീവകിരീടം പ്രാപിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതാണ് ഇവിടെ ആത്മീയമായിട്ട് ദാഹിക്കുകയാണ്.
അവൻ പറയുകയാണ്, ദാഹം തീർക്കുവാൻ മറക്കരുത്. മറ്റുള്ളവരുടെ ദാഹം തീർക്കുവാനായിട്ട് നിങ്ങൾ മറക്കരുത്. ദാഹിക്കുന്നവന് കൊടുക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നത് നമുക്കറിയാം. ക്രൂശീകരണത്തിന് അല്പ ദിവസങ്ങൾക്ക് മുമ്പേ, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് യേശു യെരുശലേം ദൈവാലയത്തിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറയുകയാണ്. നമ്മളും ദാഹം തീർക്കുന്നവരായി മാറുക, ശാരീരികമായിട്ടുള്ള ദാഹം തീർക്കുന്നവരായി മാറുക, ആത്മീയമായ ദാഹം തീർക്കുന്നവരായിട്ട് മാറുക, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ റോൾ മോഡൽസ് ആയിട്ട് മാറ്റുക, സാക്ഷികളായി മാറുക, തിരുവചനത്തെ പ്രഘോഷിക്കുന്നവരായി മാറുക, പ്രാർത്ഥിക്കുന്നവരായി മാറുക. ഇടയ്ക്ക് പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു. ഒരു കെട്ടിടം പൊളിച്ചപ്പോഴത്തേക്കും വാർദ്ധക്യത്തിലുള്ള ഒരു അമ്മയുടെ അസ്ഥികൂടം മാത്രം, മരിച്ചിട്ട് വർഷങ്ങളായി, ആരും അറിഞ്ഞില്ല. വാർദ്ധക്യത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെയല്ല, വെള്ളം കൊടുക്കുന്നവരായി മാറണം. ഇവിടെ ഞാൻ അവസാനത്തിലേക്ക് എത്തുകയാണ്. യേശു കുരിശിലായിരുന്നു, ദാഹിച്ചു നിലവിളിച്ചപ്പോഴത്തേക്കും 17 മണിക്കൂറിന് ശേഷം ഒരു വ്യക്തി ഓടി വരികയാണ്. അവിടെ പുളിച്ച വീഞ്ഞ് നിറച്ച ഒരു പാത്രമുണ്ടായിരുന്നു. ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി യേശുവിൻ്റെ വായോട് അടുപ്പിച്ചു. യേശു അത് കുടിക്കുവാനായിട്ട് തുനിയുകയാണ്. അപ്പോഴത്തേക്ക് മറ്റു പടയാളികൾ പറയുകയാണ്, നിർത്ത്, ഏലിയാവ് വന്ന് രക്ഷിക്കുമോ എന്ന് നോക്കട്ടെ, ഇവൻ ദൈവപുത്രനല്ലേ, ഇറങ്ങി വന്ന് കുടിക്കുമോ എന്ന് നോക്കട്ടെ. ഒരു നിമിഷം ആ മനുഷ്യൻ പോലും ഒന്ന് നിന്നുപോയി. വീണ്ടും ആ മനുഷ്യന് ദയുണ്ടായി യേശുവിൻ്റെ വായോട് ആ ഈസോപ്പ് തണ്ടിൽ മേൽ പുളിച്ച വീഞ്ഞ് അടുപ്പിക്കുകയാണ്. യേശു അത് കുടിച്ചിട്ട് നിവൃത്തിയായി എന്ന് പറയുകയാണ്. യേശു അത് കുടിച്ചിട്ട് നിവൃത്തിയായി എന്ന് പറയണം. യേശു ഇന്ന് നമ്മളോട് പറയുകയാണ്, മറ്റുള്ളവരുടെ ദാഹം തീർക്കുക. എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് ചെയ്യുന്നതൊക്കെയും എനിക്കാകുന്നു നിങ്ങൾ ചെയ്യുന്നത്. ഈ ലോകത്തിൽ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക, ചെയ്യുക. അവരുടെ ദാഹം തീർക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് യേശുവിൻ്റെ ദാഹം തീർക്കുവാനായിട്ട് കഴിയും. നമ്മൾ ആത്മീയപരമായിട്ട് നമ്മളിൽ മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടാവണം. ആ സ്വർഗീയമായ സന്നിധിയിലേക്ക് കടന്നു പോകണം. അതിനുവേണ്ടി എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.